യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നോമ്പ് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം മീഖായുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? നോമ്പിന്റെ ദിനങ്ങൾ മനുഷ്യ ജീവിതാനുഭവങ്ങളെ വിലയിരുത്തുന്നതിനും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുന്നതിനും ഉള്ള അവസരമാണ്. ഇന്നത്തെ വാക്യത്തിൽ നാം കാണുന്നത് ജീവിതത്തിന്റെ നന്മകളെക്കുറിച്ച് ദൈവം മനുഷ്യന് നൽകുന്ന പാഠങ്ങളാണ്. 3 ചിന്തകളാണ് ഈ വേദഭാഗത്തിലൂടെ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ന്യായം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അനീതിയും അന്യായവും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ലോകക്രമങ്ങളിലും സാമൂഹിക ജീവിത സാഹചര്യങ്ങളിലുമാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. എവിടെയും അനീതിയും അക്രമവും വർദ്ധിക്കുന്നു. ഇരുട്ടിന്റെ ശക്തികൾ, പൈശാചികമായിട്ടുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ വർദ്ധിക്കുന്നു. ഇതിന്റെ മധ്യത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിധത്തിൽ ന്യായം പ്രവർത്തിപ്പാനും നീതിക്ക് വേണ്ടി നിൽക്കുവാനും നമുക്ക് സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്രകാരം നാം നിലപാടുകളെ കൈക്കൊള്ളുമ്പോൾ ഒരുപക്ഷെ അതിന് ചില വില നൽകേണ്ടതായി നമുക്ക് വന്നേക്കാം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും നമുക്ക് വേണ്ടി താൻ ഏറ്റെടുത്തതായിട്ടുള്ള ക്രൂശും നമ്മെ പഠിപ്പിക്കുന്നത് നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുമ്പോൾ ക്രൂശ് സഹിക്കേണ്ടി വന്നാലും അതിനുശേഷം ഉള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയും പുനരുത്ഥാനത്തിന്റെ സന്തോഷവും സാധ്യമാണ് എന്നുള്ളതാണ്. ആയതിനാൽ ഈ നാളുകളിൽ ന്യായത്തിനും നീതിക്കും വേണ്ടി നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് നിലപാടുകൾ എടുക്കുവാൻ സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമതായി, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദയാ തൽപരരായിരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളുടെ കരുതലും നമ്മളുടെ സഹായവും നമ്മളുടെ പരിചരണവും ആവശ്യമുള്ള ദയയോടുകൂടെ നാം ഇടപെടേണ്ടതായിട്ടുള്ള അനേക ജീവിത സാഹചര്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരമുള്ള ജീവിതാനുഭവങ്ങളിൽ തുറന്ന കണ്ണുകളോടുകൂടെ, കരുതുന്ന കരങ്ങളോടുകൂടെ, കേൾക്കുന്ന കാതുകളോടുകൂടെ നമ്മളുടെ ജീവിതാനുഭവങ്ങളെ മനസ്സിൻ്റെ തുറവിയോടുകൂടെ പങ്കിടുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ ഇടപെടേണ്ടതായിട്ടുള്ള ജീവിതത്തിൻ്റെ പല മേഖലകളോടും മുഖം തിരിച്ച് ജീവിതത്തിൻ്റെ തിരക്കുകൾ കാരണമായി പറഞ്ഞ് സ്വാർത്ഥരായി നാം ജീവിച്ച് പോയിട്ടില്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്നാൽ ഈ നോമ്പിൻ്റെ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്ന ജീവിതത്തിൻ്റെ നന്മ എന്നുള്ളത് ദയയോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ തന്നെയും നമ്മെ പഠിപ്പിക്കുന്നത് എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, യഹോവ അനർത്ഥ ദിവസത്തിൽ അവനെ വിടുവിക്കും എന്നുള്ളതാണ്. അപ്രകാരം ജീവിതത്തിൽ ദയയോടുകൂടെ ഈ ലോക ജീവിതത്തിൽ ആയിരിക്കാൻ നമുക്ക് ഇടയാകണം. മൂന്നാമതായി, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ നടക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേകം ഉയർച്ചകളും നന്മകളും നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഏത് വിധത്തിലാണ് നമ്മളുടെ ജീവിതത്തെ മാറ്റിയിട്ടുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ ജീവിക്കേണ്ടവരായ നാം അഹങ്കാരികളായി, ദൈവത്തിൽ നിന്ന് അകന്ന് നന്മകളിൽ മാത്രം മതിമറന്ന് ജീവിക്കുന്നവരായി തീർന്നു പോകുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നോമ്പിൻ്റെ നാളുകളിൽ ഒരു തിരിച്ചറിവും അതുപോലെ ഒരു പുതുക്കവും നമുക്ക് ആവശ്യമാണ്. കൂടുതൽ താഴ്മയുള്ളവരായി
ദൈവം നൽകുന്ന നന്മകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അത് ദൈവത്തിന് പ്രസാദകരമായി ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി വിനിയോഗിപ്പാൻ നമുക്ക് ഇടയായിത്തീരണം. അപ്പോഴാണ് നമ്മളുടെ ജീവിതം നന്മയുള്ള ജീവിതമായി തീരുന്നത്. നോമ്പിൻ്റെ ഈ നാളുകൾ നമ്മളുടെ ജീവിതത്തെ ന്യായം പ്രവർത്തിക്കുന്ന അനുഭവങ്ങളോടുകൂടെ, തൽപരരായിരിക്കുന്ന അനുഭവങ്ങളോടുകൂടെ, താഴ്മയുടെ അനുഭവങ്ങളോടുകൂടെ പുതുക്കത്തിൻ്റെ നല്ല അനുഭവങ്ങളിലേക്ക് നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.